നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്കിലെ ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. സ്ട്രോക്ക് വന്ന രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് എന്ത് രീതിയിലാണ് ഭക്ഷണം കൊടുക്കേണ്ടത്, എത്ര തവണയാണ് ഭക്ഷണം കൊടുക്കേണ്ടത് എന്നൊക്കെ. ഒരു സ്ട്രോക്ക് വന്ന രോഗിക്ക് ആദ്യത്തെ 2-3 ആഴ്ച പലപ്പോഴും ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ അവർക്കൊരു റൈൽസ് ട്യൂബ് ഉണ്ടായിരിക്കും. മൂക്കിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് അതിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നതിനാണ് റൈൽസ് ട്യൂബ് ഫീഡിംഗ് എന്ന് പറയുന്നത്. റൈൽസ് ട്യൂബിൽ കൂടെ നമുക്ക് കട്ടിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ പറ്റുകയില്ല. രോഗിക്ക് വേണ്ട തോതിലുള്ള ഊർജം, പ്രോട്ടീൻ, ഷുഗർ ഇങ്ങനെയുള്ള ഘടകങ്ങൾ അടങ്ങിയ ഫുഡ് ദ്രാവക രൂപത്തിലാക്കി അത് ട്യൂബിൽ കൂടെ ഏകദേശം 200 ml മുതൽ 250 ml വരെ 2 മണിക്കൂർ ഇടവേളകളിൽ കൊടുക്കുകയാണ് നമ്മൾ റൈൽസ് ട്യൂബ് ഫീഡിങ്ങിൽ ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡയറ്റീഷ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു ഡയറ്റ് ഷീറ്റ് വാങ്ങിക്കുകയും ഏത് തോതിലുള്ള ഭക്ഷണം വേണം എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. റൈൽസ് ട്യൂബിൽ നിന്ന് മാറി വായിൽ കൂടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ പലപ്പോഴും തുടക്കത്തിൽ സെമി സോളിഡ് ഫുഡ്സ് ആണ് നമ്മൾ കൊടുക്കുക. സെമി സോളിഡ് ഫുഡ് എന്ന് വെച്ചാൽ കുഴമ്പ് പരുവത്തിലുള്ള സാധനങ്ങൾ. അത് ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി ഉടച്ചതുപോലെ ആകാം, പഴം പുഴുങ്ങിയതാകാം, നല്ലപോലെ കുറുക്കി സൂപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ ആകാം. ഇത് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നെറുകയിൽ കയറാതിരിക്കുന്നതിനും രോഗി വിൽക്കാതിരിക്കുന്നതിനുമൊക്കെ ഈ സെമി സോളിഡ് ഫുഡ്സ് സഹായിക്കും. പതിയെ പതിയെ വിഴുങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് മാറുമ്പോൾ സോളിഡ് ഫുഡ്സ് തുടങ്ങുകയും ചെയ്യാം. എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് സ്ട്രോക്കുള്ള രോഗിക്ക് കൊടുക്കാവുന്നത്, ഏതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? പലപ്പോഴും എന്തൊക്കെയാണ് ഒരു സ്ട്രോക്കുള്ള ആൾക്കുള്ള രോഗങ്ങൾ, അവർക്ക് പ്രഷറുണ്ടോ, ഷുഗറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭക്ഷണക്രമം. സ്ട്രോക്ക് വന്ന് ഉടനെയുള്ള സമയത്ത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം കൂടുതൽ അടങ്ങിയ ഭക്ഷണ രീതിയാണ് കൂടുതൽ നല്ലത്. രോഗിക്ക് അടുപ്പിച്ച് 3 തവണ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ സാധാരണ കഴിക്കുന്നത് പോലെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ അളവ് കുറച്ച് 4-5 തവണയായി ചെറിയ ചെറിയ അളവുകളിൽ ഫുഡ് കൊടുക്കുന്നത് വയറ് ബ്ലോട്ടഡ് ആകാതിരിക്കുന്നതിനും പേഷ്യൻറ്റിന് ആവശ്യമുള്ള എനർജി ദിവസം മുഴുവൻ ലഭിക്കുന്നതിനും സഹായകമാകും. അങ്ങനെ പലതവണ ഫുഡ് കൊടുക്കുമ്പോൾ അളവ് കൂടിപ്പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. കാര്യം ഓടി നടന്ന് ജോലി ചെയ്യുന്നില്ലാതെ കിടക്കുന്ന ഒരു രോഗിക്ക് ഒത്തിരി എനർജി റിച്ചായ മധുരവും ചീസും ഒക്കെ അടങ്ങിയ ഭക്ഷണം നമ്മൾ കൊടുത്താൽ രോഗിയുടെ ശരീരഭാരം ക്രമാതീതമായി കൂടുകയും രോഗിക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നതിനും വീഴ്ചകൾ ഉണ്ടാകുന്നതിനും ഫിസിയോതെറാപ്പിയൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുന്നതിന് തടസ്സമുണ്ടാക്കുകയും ഒക്കെ വരെ ചെയ്യാം. പല ആൾക്കാരും രോഗികൾക്ക് ഇറച്ചി, മുട്ട എല്ലാം കൊടുക്കാമോ എന്ന് ചോദിക്കും. ഈ സ്ട്രോക്ക് ഉണ്ടായി ഉടനെയുള്ള സമയത്ത് റെഡ് മീറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. 2, ഈ പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് വെച്ചാൽ സോസേജ്, കട്ട്ലറ്റ്, പിന്നെ ഈ ബേക്കറി ഐറ്റംസ്, ബർഗർ, അങ്ങനെ പഫ്സ്, അങ്ങനെയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള കുറച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കണം. ചിക്കൻ കുറച്ച് കൊടുക്കാം, കാര്യം അത് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ടും നല്ലതാണ്. രോഗിയുടെ മസിൽ മാസ് നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കറി വെച്ച് ഒക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പുഴുങ്ങി കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഒഴിവാക്കുക. റെഡ് മീറ്റ് കുറച്ച് നാളത്തേക്ക്, ബീഫ്, പോർക്ക് പോലുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. പ്രോട്ടീന് വേണ്ടിയായിട്ടും മറ്റ് പോഷക ഗുണങ്ങൾ കിട്ടുന്നതിനായിട്ടും മുട്ട കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ മുട്ടയുടെ വെള്ള കൊടുക്കുക. മുട്ടയുടെ മഞ്ഞ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം കൊടുത്താൽ മതിയാകും. രോഗിക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നതിന് ഈ ചിക്കൻ്റെ ബ്രസ്റ്റും പിന്നെ ഈ മുട്ടയുടെ വെള്ളയും ഒക്കെ അല്ലാതെ കടല,
സോയാബീൻ ഇങ്ങനെയുള്ള സാധനങ്ങളും ചിലപ്പോഴൊക്കെ എൻഷുവർ എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രോട്ടീൻ പൗഡറും ഒക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. പ്രഷർ പലപ്പോഴും ഈ സ്ട്രോക്ക് ഉള്ള രോഗികളിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിലെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാനും അച്ചാറ്, പപ്പടം അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ അളവ് കുറയ്ക്കാനായിട്ടും ശ്രദ്ധിക്കണം. ഷുഗർ കൂടുതലുള്ള രോഗികൾക്ക് ആഡഡ് ഷുഗർ കുറയ്ക്കുകയും, ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം, പക്ഷെ അത് ജ്യൂസാക്കി ഒത്തിരി മധുരമിട്ട് കൊടുക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടനെ രോഗിയെ കിടക്കാൻ അനുവദിക്കരുത്. രാത്രിയിൽ അരി ആഹാരങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഇത്തിരി അളവ് കുറയ്ക്കുക. സാലഡ് പോലെയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ രാത്രിയിൽ കുറച്ച് കൂട്ടി കൊടുക്കുക. കൊളസ്ട്രോളിനായിക്കോട്ടെ പ്രഷറിനായിക്കോട്ടെ ഒത്തിരി ഫ്രൈ ചെയ്ത സാധനങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും. പച്ചക്കറിയൊക്കെ ആണെങ്കിലും തോരനായിട്ടൊക്കെ കൊടുക്കുക. മെഴുക്ക് പുരട്ടിയൊക്കെ ആയിട്ട് കൊടുത്ത് ഈ എണ്ണയുടെ അളവ് കൂടുന്നതും ഈ സ്ട്രോക്ക് ഉള്ള സമയത്ത് നല്ലതല്ല. പാനീയങ്ങളിലേക്ക് വന്നാൽ വെള്ളം കൊടുക്കാം, പാലൊക്കെ കൊടുക്കാം. അത് രോഗിക്ക് റിക്കവറിക്ക് നല്ലതായിരിക്കും. ഈ കാപ്പി ചായ പോലെയുള്ള സാധനങ്ങൾ കുറച്ച് ടെൻഷനൊക്കെ കൂടുന്നതിലും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നതിലും ഒരു പരിധിവരെ BP ഒക്കെ കൂടുന്നതിലേക്കും വഴിവെക്കും. അപ്പോൾ കാപ്പി ചായ ആദ്യത്തെ ഒരു മാസം 2 മാസമൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും വളരെ കടുപ്പം കുറച്ച് ആയിരിക്കണം കൊടുക്കുന്നത്. പിന്നെ രോഗികളുടെ ബന്ധുക്കളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമുണ്ട് കേട്ടോ. പലപ്പോഴും ഈ റൈൽസ് ട്യൂബിൽ കൂടെ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനുശേഷം ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുമ്പോൾ പ്രഷർ കൊണ്ടാണ് സ്ട്രോക്ക് വന്നതെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പൂർണ്ണമായിട്ടും ഭക്ഷണത്തിലെ ഉപ്പങ്ങ് മാറ്റിക്കളയും. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കണം എന്നത് ശരിയാണ്, പക്ഷെ പൂർണ്ണമായും ഉപ്പ് അങ്ങ് ഒഴിവാക്കി വളരെ ബ്ലാൻഡായി ഭക്ഷണം കൊടുത്താൽ പ്രായമുള്ളവരിലൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് താന്നു പോകുന്നതും അതുകൊണ്ട് തന്നെ രോഗിക്ക് സ്വബോധത്തെ ബാധിക്കുക, ഓർമ്മപ്പിശകുണ്ടാവുക, നടക്കുമ്പോൾ വേച്ചു പോവുക എന്നുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എനർജിയുള്ള, ഉപ്പിൻ്റെ അളവ് കുറച്ച്, എണ്ണയുടെ അളവ് കുറച്ച്, രോഗിക്ക് ആവശ്യത്തിന് എനർജി ലഭിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യത്തെ 1 മാസത്തേക്ക് റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ്സ് ഒക്കെ ഒഴിവാക്കുക. മുട്ടയുടെ മഞ്ഞ ഇടയ്ക്കൊക്കെ മാത്രം കൊടുക്കുക. പ്രോട്ടീനിൻ്റെ ഇതിനൊക്കെ വേണ്ടിയായി മുട്ടയുടെ വെള്ള കൊടുക്കുന്നതിൽ തെറ്റില്ല. രോഗിയുടെ റിക്കവറിക്ക് മരുന്നിനും ഫിസിയോതെറാപ്പിക്കുമൊക്കെ ഒപ്പം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്. അത് ഇതുവരെ സ്ട്രോക്ക് വന്നിട്ടില്ലാത്ത ആളുകളിലാണെങ്കിൽ പോലും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നതിനായി ഡയറ്റ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് സ്ട്രോക്ക് പോലെയുള്ള അപകടകരമായ രോഗങ്ങൾ വരാതിരിക്കുന്നതിന് സഹായിക്കും. നന്ദി.